ഹലോ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതാണ് കണ്ണൂർ സ്പെഷ്യൽ പലഹാരമായ കൽത്തപ്പം. അപ്പോൾ നമുക്ക് കൽത്തപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ആദ്യം കൽത്തപ്പത്തിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ അരക്കപ്പ് പച്ചരി 3 മണിക്കൂർ കുതിർത്ത് അതിലെ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു 1/4 കപ്പ് ചോറ്, പിന്നെ ബേക്കിംഗ് സോഡ, അരക്കപ്പ് ശർക്കര, 1/4 കപ്പ് തേങ്ങാക്കൊത്ത്, 1/4 കപ്പ് കുഞ്ഞുള്ളി. ഈ കുഞ്ഞുള്ളിയും തേങ്ങാക്കൊത്തൊക്കെ മിനിമം ആണ് 1/4 കപ്പ് പറയുന്നത്. അതിൽ കൂടുതലായാലും നല്ലതാണ്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ജീരകം, 4 ഏലയ്ക്ക, ഇത്രയാണ് വേണ്ടത്. ശർക്കര അതേപോലെ അരക്കപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ അരക്കപ്പി കൂടുതൽ എടുക്കാം. ഇതൊരു നോർമൽ മധുരമാണ് അരക്കപ്പ് എന്നുള്ളത്. ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. എടുത്തു വച്ചിരിക്കുന്ന അരിയും ചോറും ഏലക്കയും ജീരകവും കൂടി അരക്കപ്പ് വെള്ളം ഒഴിച്ച് നന്നായി അരച്ചു കൊണ്ടുവന്നിട്ടുണ്ടേ. ഇനി നമുക്ക് അടുത്തായിട്ട് ശർക്കര പാനി ഉണ്ടാക്കാം. അപ്പം നമ്മൾ നേരത്തെ എടുത്തു വെച്ച അരക്കപ്പ് ശർക്കരയിൽ അരക്കപ്പ് വെള്ളം ഒഴിച്ച് നമുക്ക് ശർക്കര പാനി ഉണ്ടാക്കാം. ശർക്കര പാനി റെഡി ആകുമ്പോഴത്തേക്കും ഞാൻ നേരത്തെ അരച്ച് വെച്ച മാവ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച ശർക്കര പാനി ചൂടോടുകൂടി മാവിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണേ. ചൂട് ആറാൻ നിൽക്കരുത്. സ്റ്റൗന്ന് അങ്ങനെ മാവിലേക്ക് അരിച്ചൊഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്യണേ. ഇനി നമ്മളൊരു നോൺ സ്റ്റിക്ക് പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിനകത്തേക്കൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് സൺഫ്ലവർ ഓയിലോ നെയ്യോ ഒക്കെ വേണമെങ്കിൽ ഒഴിക്കാം. ഞാൻ ഇന്നിവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് നേരത്തെ എടുത്തു വെച്ച തേങ്ങാക്കൊത്ത് ഇതിനകത്തേക്ക് ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. തേങ്ങാക്കൊത്ത് ഒരു 1/4 ഭാഗം മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കുഞ്ഞുള്ളി അതിനകത്തിട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. കുഞ്ഞുള്ളിയും തേങ്ങയും നല്ലോണം മൂത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവ് ഒന്നുകൂടി നല്ലോണം ഇളക്കിയിട്ട് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ ഇളക്കരുത്. നമ്മൾ ഈ തേങ്ങയും കുഞ്ഞുള്ളിയൊക്കെ ഇതിൽ ഏതാണ്ട് ഒരേപോലെ ആവുന്നതിന് വേണ്ടിയിട്ട് ഇത് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് അപ്പം തന്നെ അടച്ചു വയ്ക്കണേ. അടച്ചു വെച്ച് ഏതാണ്ട് ഒരു 12 മിനിറ്റ് ഏറ്റവും കുറഞ്ഞ തീയിലിട്ടിട്ട് വേവിക്കുക. 12 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഒരു ടൂത്ത് പിക്കോ ഫോർക്കോ എന്തെങ്കിലും എടുത്തൊന്ന് കുത്തി നോക്കുക. അങ്ങനെ അതേ 12 മിനിറ്റ് അല്ല, എനിക്ക് 15 മിനിറ്റ് കഴിഞ്ഞു. എന്നിട്ടാണ് ഞാൻ 12 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒന്ന് തുറന്ന് നോക്കി ടൂത്ത് പിക്കോണ്ട് ഒന്ന് കുത്തി നോക്കിയായിരുന്നു. പക്ഷെ വന്നിട്ടില്ലായിരുന്നു. ഞാനൊരു 3 മിനിറ്റും കൂടി കഴിഞ്ഞ് അതേ മൊത്തത്തിൽ 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്നും കൂടി ഒന്ന് തുറന്ന് നോക്കണേ. തുറക്കുമ്പോൾ ഈ അടപ്പിലുള്ള വെള്ളം അതിൽ വീഴാണ്ടേ സൂക്ഷിക്കണം. നോക്കുമ്പോൾ ഏതാണ്ട് വെന്ത പോലെ തോന്നുന്നുണ്ട്. എന്തായാലും നമുക്കൊന്ന് ടൂത്ത് പിക്ക് വെച്ച് കുത്തി നോക്കാം. ഇതേ കണ്ടോ, വെന്തിട്ടുണ്ടേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ മൂടിന് മുകളിലുള്ള വെള്ളമൊക്കെ ഒന്ന് തുടച്ച് കളഞ്ഞിട്ട് ഒന്നും കൂടി ഒന്ന് അടച്ച് വെച്ച് സ്റ്റൗ ഓഫ് ചെയ്ത് ഒരു 10 മിനിറ്റ് അങ്ങനെ വെക്കാം. സ്റ്റൗവിൽ നിന്ന് മാറ്റാണ്ടേ പാത്രം. അതിൻ്റെ 10 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ കൽത്തപ്പം പെർഫെക്റ്റ് ആയിട്ട് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റൗവിൽ നിന്ന് മാറ്റി ഒരു 10-15 മിനിറ്റ് വെക്കുമ്പോഴത്തേക്കും ഇത് കംപ്ലീറ്റ് ആയിട്ട് തണുക്കും. അപ്പോൾ തണുത്ത് കഴിയുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. നമുക്കൊരു 10 മിനിറ്റ് സ്റ്റൗവിൽ നിന്ന് മാറ്റി വയ്ക്കാം പാത്രം. അങ്ങനെ അതേ നമ്മുടെ കൽത്തപ്പം നല്ല സൂപ്പറായി റെഡിയായി വന്നിട്ടുണ്ടേ. ഇനി നമുക്കിത് കട്ട് ചെയ്ത് നോക്കാം. കഴിക്കാൻ റെഡിയായിട്ട് ഹനിയും ഇരിപ്പുണ്ട്. ഇത്ര സമയം ഞാൻ ഉണ്ടാക്കുന്ന സമയത്തൊക്കെ ഹനി പുറത്ത് കളിക്കുമായിരുന്നു. ഇതിപ്പോൾ ഹനി ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഹനി റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. ഹനിയോട് തന്നെ ചോദിക്കാം. ഇങ്ങനെ നമ്മുടെ കൽത്തപ്പം നല്ല സൂപ്പറായി വന്നിട്ടുണ്ട്. ഇത് നോക്കൂ, നല്ലോണം ആരൊക്കെ വന്ന് നല്ല മിടുക്കനായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണേ. അപ്പോൾ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല, നല്ല ഈസിയായ കാര്യമല്ലേ. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്യാൻ നോക്കിയിട്ട് എങ്ങനെയുണ്ട് കമൻറ്റിൽ എഴുതാൻ മറക്കല്. എന്തായാലും എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ചെയ്യും, സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ.
എന്നിട്ട് കമൻറ്റും ചെയ്യണം. അങ്ങനെ ബൈ ബൈ, സീ യു.